അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോവുകയാണ്. ലോകത്തിന്റെ നേതാവ് സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആരാണെന്നറിയുന്നില്ല, ആരാണെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകന് നല്ല പരിചയമുള്ള ഒരു മനുഷ്യനാണ് നടന്നു പോകുന്നത്. വിധങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരാളാണ് നടന്നു പോകുന്നത്. ആരാണെന്ന് മനസ്സിലാകുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗ്ഗത്തിൽ നിന്ന് ചിന്തിക്കുമ്പോ മലക്കുകൾ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആ നടന്നു പോകുന്നത് ആരാണെന്നറിയുമോ നബിയേ? സയ്യിദുനാ ബിലാൽ, അങ്ങയുടെ സഹാബിയായ ബിലാലാണ് നബിയേ. കറുത്തവനായ, അടിമയായ, നീഗ്രയായ, മുടിയൊക്കെ ചുരുണ്ടുപോയ പാവപ്പെട്ടവനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ സ്വർഗ്ഗത്തിൽ നടന്നു പോവുകയാ. നബി തങ്ങൾ പോലും ചോദിക്കുന്നു, മലക്കുകളെ എന്റെ ബിലാലിനെ നിങ്ങൾക്കറിയുമോ? എന്റെ ബിലാലിനെ നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഏത് മലക്കിനോട് ചോദിച്ചാലും ബിലാലിന്റെ പേര് പറയും നബിയേ. ബിലാലിനെ അറിയാത്ത മലക്കുകളില്ല നബിയേ. ആരാ ചെറുപ്പക്കാരാ ബിലാൽ? ബിലാൽ ഞങ്ങളുടെ ചരിത്രം പഠിച്ചവനല്ലേ? അടിമയായിരുന്നല്ലോ, പാവപ്പെട്ടവനായിരുന്നല്ലോ, കറുത്തവനായിരുന്നല്ലോ, പൊള്ളനായിരുന്നല്ലോ, മുടിയൊക്കെ ചുരുണ്ടവനായിരുന്നല്ലോ. ആ പാവപ്പെട്ടവനായ ബിലാലിനെ കുറിച്ച് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ, നിങ്ങൾക്കറിയാ നബിയേ, ബിലാലിനെ അറിയാത്ത മലക്കുകളില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് മസ്ജിദ് നബവിയിൽ ഇരുന്നിട്ട് പ്രവാചകൻ ഇത് പറയുകയാ, സ്വഹാബാ, ഇന്നലെ ഞാൻ സ്വർഗ്ഗത്തിൽ വെച്ച് ബിലാലിനെ കണ്ട് സ്വഹാബാ. ബിലാൽ എന്റെ മുമ്പിലൂടെ നടന്നു പോവുകയാണ്. എല്ലാ മലക്കുകൾക്കും ബിലാലിനെ അറിയാം, എല്ലാ മലക്കുകൾക്കും ബിലാലിനെ അറിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ഐന ബിലാൽ, എന്റെ ബിലാൽ എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാനിവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനായിരിക്കുന്ന സ്വഹാബത്ത് അബൂബക്കർ തങ്ങളുണ്ട്, ഉമർ തങ്ങളുണ്ട്, ഉസ്മാൻ തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്, പ്രജവനെ പ്രമുഖരായ വലിയ വലിയ സമ്പന്നന്മാരായ സ്വഹാബത്ത് നബി തങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ ആ പാവപ്പെട്ടവനായ ബിലാലിനോട് ചോദിക്കുന്നു, ബിലാലേ, എന്ത് നന്മയാ നീ ചെയ്യുന്നത്? എന്ത് നന്മയാ നീ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നിന്നെ പരിചയമുണ്ടാകാറ്. എന്ത് നന്മയാ ബിലാലേ, ഈ സ്ഥാനം കിട്ടാൻ നീ എന്ത് നന്മയാണ് ചെയ്തിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അറിയാനിട്ടല്ല, നബിതങ്ങൾക്ക് അറിയാനിട്ടല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്ത് പഠിക്കാൻ പറയുകയാ. എല്ലാവരും ബിലാൽ തങ്ങളെ നോക്കുകയാണ്. ആ പാവപ്പെട്ടവനായ ബിലാൽ തങ്ങൾ പറഞ്ഞു, നബിയേ, പറയാൻ എനിക്കിഷ്ടമില്ല നബിയേ, എന്നാലും അങ്ങ് ചോദിച്ചാ പറയണമല്ലോ, അങ്ങ് ചോദിച്ചാ പറയണമല്ലോ. യാ റസൂലല്ലാഹ്, എനിക്കൊരു സ്വഭാവമുണ്ട് നബിയേ. ബിലാൽ തങ്ങൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. എപ്പോഴും മുതുവോടുകൂടിയാണ് നടക്കുന്നത്, എപ്പോഴും മുതുവോടുകൂടിയാണ് നടക്കുന്നത്. എപ്പോ മുതുപെടുത്താൽ ഞാൻ പോയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും നബിയേ. ഒന്നുപെടുത്തു കഴിഞ്ഞാ ബിലാൽ തങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമായിരുന്നു. ആ സുജൂദിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണ്, ആ സുജൂദിന് പടച്ച റബ്ബ് കൊടുത്ത പ്രതിഫലമാ. ബിലാൽ തങ്ങളെ മലക്കുകൾക്ക് പരിചയമുണ്ടായിരുന്നു. അത്രയും അറിയപ്പെടുന്ന ഉയരമുള്ള സ്ഥാനത്തേക്ക്
ആ അടിമയായിരുന്ന ബിലാൽ തങ്ങൾ ആ പദവിയിലെത്താനുള്ള കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ബിലാൽ തങ്ങൾ ആ സുജൂദിനെ അധികരിപ്പിച്ചതിന് റബ്ബ് കൊടുത്ത പദവിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, സീമാഹും ഫീ വുജൂഹിഹിം മിൻ നസരി സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് അല്ലാഹു അതിന്റെ അടയാളം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.